ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ഫിസിക്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 21 ആണ്. നെയിമിംഗ് വന്നിട്ട് ഡിസ്പേർഷൻ ആൻഡ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, പെട്ടെന്ന് തന്നെ കവറപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, ലൈറ്റിൻ്റെ ചില പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഡിസ്പേർഷൻ എന്താണ്, സ്കാറ്ററിങ് എന്താണ്, അത്തരം പ്രോപ്പർട്ടീസാണ് പറഞ്ഞു വെക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വന്നിട്ട് ഡിസ്പേർഷൻ ആണ്. ഡിസ്പേർഷൻ എന്താണെന്നാണ് പറയുന്നത്. അപ്പം നോർമലി ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അത് എന്താ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ആ ഒരു കളേഴ്സ് ഒരു സ്പെക്ട്രമായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് പ്രിസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂ ടു ദ വേരിയേഷൻ ഇൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫോർ ദി ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ദേ ആർ സെപ്പറേറ്റ്. ഓക്കെ, അപ്പം സിമ്പിൾ ടേംസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്. സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റുവൻറ്റ് കളേഴ്സ് ബേസ്ഡ് ഓൺ വേവ് ലെങ്ത്. ഓക്കെ, എപ്പോഴാണ് ഈ ഒരു ഡിസ്പേർഷൻ ഒക്കേഴ്സ് എപ്പോഴാണ് വരുന്നത്? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡിസ്പേർഷൻ ഉണ്ടാവുന്നത്. എക്സാമ്പിളായി പറയാന്നുണ്ട്, എന്താണ്, ലൈറ്റ് എയറിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് പോകുന്നതാണെങ്കിൽ ഇറ്റ് ബെൻഡ്സ് ഡ്യൂ ടു റിഫ്രാക്ഷൻ കാരണം bend ചെയ്യും. The extent of this bending depends on the wavelength of the light. So shorter wavelength, നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ ഡിസ്പേർഷൻ മൂലം ഒരു കളർ സ്പെക്ട്രം കിട്ടുന്നുണ്ട്. ഈ ഒരു ചിത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാം. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്, അതായത് നമുക്ക് ഇൻസിഡൻറ്റ് റേ ഈ ഒരു പ്രിസത്തിലേക്ക് നമ്മുടെ ലൈറ്റ് വേവ് വന്നു, പ്രിസത്തിലേക്ക് ലൈറ്റ് വേവ് വന്നു, ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചു. ദെൻ ഈ ഒരു ഔട്ട്പുട്ടിൽ എന്താ നമുക്ക് കിട്ടുന്നത്? സ്പെക്ട്രൽ കളേഴ്സാണ്. ഒരു സ്പെക്ട്രൽ കളേഴ്സ് ഷോർട്ടർ വേവ് ലെങ്ത് വരുന്നത് ഏറ്റവും അടിയിലുള്ള അണ്ടറിലുള്ള വയലറ്റിനായിരിക്കും. ആൻഡ് ഏറ്റവും ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് വരുന്നത് റെഡിനായിരിക്കും. ഓക്കെ, സോ അതിൻ്റെ ഇടയിലുള്ള കളേഴ്സാണ് നോർമലി നമ്മളത് വിബ്ജിയോർന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഷോർട്ടർ വേവ് ലെങ്ത് ആയിട്ടുള്ള ലൈക്ക് വയലറ്റ് ആൻഡ് ബ്ലൂ ആർ റിഫ്രാക്റ്റഡ് മോർ ദാൻ ലോങ്ങർ വേവ് ലെങ്ത്. അതായത് ലോങ്ങർ വേവ് ലെങ്ത് ഏതാണ്? റെഡ് ആയിരിക്കും. ദിസ് കോസസ് ദി ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് ടു സ്പ്രെഡ് ഔട്ട് ക്രിയേറ്റിംഗ് എ സ്പെക്ട്രം. ഇങ്ങനെ ഒരു സ്പെക്ട്രം തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്പേർഷൻ ഹാപ്പൺ ചെയ്യുന്നത്? അതായത് ആ ഒരു മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിന് ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഫിനോമിനൻ ഒക്കർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് വേവ് ലെങ്ത് ഡിപ്പെൻഡൻസ്. ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ട്രാവൽ അറ്റ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് സ്പീഡ്സ് ത്രൂ ദ മീഡിയം, causing them to bend by different amounts when they exit the medium. Okay. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡിസ്പേർഷൻ അത്രയേ ഉള്ളൂ. റിഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വെൻ ലൈറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ. അതായത് എയറിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. ഇറ്റ് സ്പീഡ് ചേഞ്ചസ് കോസിങ് ദ ലൈറ്റ് ടു ബെൻഡ്. നമ്മളിപ്പം ഒരു സിമ്പിൾ കേസിലുള്ള എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഒരു ഗ്ലാസ്സിൽ ഇത്രത്തോളം വെള്ളമുണ്ട്. അതിൽ നമ്മളൊരു പെൻസിൽ ഇട്ട് വെച്ചു. നോർമലി പെൻസിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത് ഇങ്ങനെ തന്നെയാണല്ലേ ബെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ഡ്യൂ ടു റിഫ്രാക്ഷൻ നമ്മൾ കാണുന്നത് ഇങ്ങനെ കുറച്ച് ചരിഞ്ഞിട്ടായിരിക്കും. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു പെൻസിൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു നമ്മുടെ കാഴ്ചയിൽ കാണുന്നത് എന്താണ്? ഇത് കുറച്ച് വളഞ്ഞിട്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് വെൻ ലൈറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ ഇറ്റ് സ്പീഡ് ചേഞ്ചസ് കോസിങ് ദ ലൈറ്റ് ടു ബെൻഡ്. ലൈറ്റിൻ്റെ കേസസിലാണ് പറയുന്നത്. അപ്പം നോർമൽ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ പെൻസിൽ എടുത്തു, അതെന്താ ബെൻഡ് ചെയ്യുന്നുണ്ട് ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ. അത് ഫസ്റ്റ് എന്താണ്? എയറിൽ തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു എയറിൽ തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ ലിക്വിഡിലേക്ക് മാറുമ്പോൾ അത് ബെൻഡ് ചെയ്തു. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് വരികയാണല്ലേ. അത് ഇറ്റ് സ്പീഡ് ചേഞ്ചസ് കോസിങ് ദ ലൈറ്റ് ടു ബെൻഡ്. ദിസ് ബെൻഡിങ് ഈസ് കോൾഡ് ദി റിഫ്രാക്ഷൻ.
and is governed by Snell's law, which state that the degree of bending depends on the wavelength of the light and the refractive index of the medium. അപ്പം ഈ ഒരു ബെൻഡിങ്ങിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലോ ഇത് വരുന്ന റിഫ്രാക്ഷന് സ്നെൽസ് ലോ വെച്ചിട്ട് നമുക്ക് പറയാം എന്താണ് അത് ഉദ്ദേശിക്കുന്നത്. വിച്ച് സ്റ്റേറ്റ് ദാറ്റ് ദി ഡിഗ്രി ഓഫ് ബെൻഡിങ്, നമുക്ക് ഈ ഒരു ബെൻഡ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ, ആ ഒരു ബെൻഡിങ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വേവ് ലെങ്ത്തിൻ്റെ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്ത് ആൻഡ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം. ഈ ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. സോ ദിസ് ഈസ് റിഫ്രാക്ഷൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി റിഫ്ലക്ഷൻ ഈസ് വെൻ ലൈറ്റ് ബൗൺസസ് ഓഫ് ആൻ ഓബ്ജെക്റ്റ്. If the surface is smooth and shiny like glass, water or polished metal, the light will reflect at the same angle as it hit the surface. ഈ ഒരു എൻ്റെ പോയിൻറ്റിന് നമുക്ക് ഈ ഒരു ചിത്രം തന്നെ മതി മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ദറ്റ് ഈസ്, ഇതാണ് ഇൻസിഡൻറ്റ് റേ അല്ലേ. ഒരു ലൈറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു സ്മൂത്ത് സർഫസ് എന്താണ് ഇവിടെ കാണിക്കുന്നത്? മിററാണ്. അപ്പോൾ മിററിൽ ഹിറ്റ് ചെയ്തു, അത് സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിഫ്ലക്റ്റഡ് ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. അതെന്താണ്? റിഫ്ലക്റ്റ് ചെയ്യുന്ന റേയും അതിന് സമാനമായിട്ടുള്ള ആംഗിളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ബൗൺസ് ഓഫ് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് ബൗൺസ് ഓഫ് ചെയ്യുന്നതിനാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പ്രതിഫലനം എന്നാണ് മലയാളത്തിൽ നമ്മളത് പറയുന്നത് അല്ലേ. നമ്മൾ ചില വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ പറയാറുണ്ട് അവൾ എൻ്റെ റിഫ്ലക്ഷനാണ്, അതായത് ഞാൻ എന്താണോ അത് തന്നെയാണ് അവൾ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ലൈറ്റ് ഇവിടെ ഈ ഒരു ഫിസിക്സിൻ്റെ കേസിൽ പറയാമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻസിഡൻ്റ് ആയിട്ടുള്ള ലൈറ്റ് അതിൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെ ആയിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോഴുണ്ടാവുന്നത്. ഓക്കെ, റിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യമാണ് ഓർത്ത് വെക്കേണ്ടത് നിങ്ങൾ. ആൻഡ് ദി ആംഗിൾ ഓഫ് ഡീവിയേഷനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. ABC എന്ന് പറഞ്ഞിട്ടില്ല. ഡീവിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ, ഡീവിയേഷൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, when a ray of light enters an exit a prism, its path changes due to refraction at both surface. ഒരു പ്രിസത്തിൻ്റെ രണ്ട് സർഫസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ പാത്ത് റിഫ്രാക്ഷൻ മൂലം ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ദ ബെൻഡിങ് ഓഫ് ദ ലൈറ്റ് റേ എവേ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പാത്ത് ഈസ് നോൺ ആസ് ഡീവിയേഷൻ. അതായത് ഇൻസിഡൻ്റ് ആയിട്ടുള്ള റേനേക്കാളും അത് എവേ ആയിട്ട് ബെൻഡ് ചെയ്യുന്നതിനെ നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നുണ്ട്. ദ ടോട്ടൽ എമൗണ്ട് ബൈ വിച്ച് ദ ലൈറ്റ് റേ ഹാസ് ബീൻ ഡീവിയേറ്റഡ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ സ്ട്രേറ്റ് ലൈൻ പാത്ത് ഈസ് മെഷേർഡ് ആസ് ദി ആംഗിൾ ഓഫ് ഡീവിയേഷൻ. സോ ആ ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ അവിടെ ഉണ്ടാവുന്ന ഒറിജിനൽ പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യപ്പെടുന്നത്, ആ ഒരു ഇതിൻ്റെ മെഷർമെൻറ്റിനെയാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഡെൽറ്റ വെച്ചിട്ടാണ് കേട്ടോ, സിമ്പിൾ ഡെൽറ്റ വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. ദാറ്റ് ഈസ് ആൻഡ് നമുക്ക് ഈ ഒരു ആംഗിൾ ഓഫ് ഡീവിയേഷൻ്റെ ഡെറിവേഷൻ എന്താണെന്ന് നോക്കാം. ചിലപ്പം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ചോദിക്കും. സോ ഈ ഒരു പിക്ചർ കൺസിഡർ ചെയ്യാം. പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഒരു ലൈറ്റ് ബീം വന്നിട്ട് നമ്മുടെ പ്രിസത്തിനെ ഹിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. മോണോക്രോമാറ്റിക് ബീം ഓഫ് ലൈറ്റ് PQ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസിഡൻറ്റ് റേ വരുന്നുണ്ട്. സോ എവിടെയാണ് അത് തട്ടുന്നത്? നമ്മുടെ AB എന്നിട്ടുള്ള പ്രിസത്തിൻ്റെ AB സൈഡിലാണ് വരുന്നത്. ആൻഡ് ദി QR inside the prism and emerges along RS from the AC. RS ആണ് എമർജൻറ്റ് റേ വരുന്നത്, ദറ്റ് ഈസ് RS. ഇത് ഏത് വശത്താണ് ഉണ്ടാവുന്നത്? AC എന്ന് പറഞ്ഞിട്ടുള്ള വശത്താണ് ആ ഒരു നമ്മുടെ ലൈറ്റ് എമർജൻറ്റ് ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാം. AC കോൺ A, ഇവിടെയുള്ള കോൺ ഉണ്ടാവുമല്ലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു
കോൺ എ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺ ബി എ സി. സോ ദിസ് ഈസ് ദി റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഓഫ് ദി പ്രിസം. ഇതാണ് കേട്ടോ ഈ കോൺ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്, കോൺ ബി എ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എ സി ഇത് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ആംഗിൾ ഓഫ് ദി പ്രിസം ആയിട്ട് വരുന്നത്. സോ നമ്മളിവിടെ ഉണ്ടല്ലോ ഈ ഒരു പി ക്യൂനായിട്ട് എൻ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള നോർമൽ അവിടെ വരയ്ക്കുന്നുണ്ട്. ആൻഡ് എം ആർ എന്നുള്ള പറഞ്ഞിട്ടുള്ള നോർമൽ എന്താണ് ഈ ഒരു സൈഡിന് എ സി എന്ന് പറഞ്ഞിട്ടുള്ള സർഫസിലും കൊടുക്കുന്നുണ്ട്. എൻ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള നോർമൽ ഉണ്ടല്ലോ, ഇവിടെയുള്ള ഈ ഒരു എൻ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള നോർമൽ എന്താണ് ഒ യു ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു എം ആറും ഒ യു ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. മീറ്റ് അറ്റ് ഒ, ദെൻ യു ക്യാൻ ഈസിലി കൺവിൻസ് എങ്ങനെയാണ് കോൺ എൻ ക്യു പി, ഇവിടെയുള്ള കോൺ എൻ ക്യു പി ഇങ്ങനെ വരുന്ന കോണുണ്ടല്ലോ, ദിസ് ഈ ഒരു സൈഡിലുള്ള ഒരു കോൺ എൻ ക്യു പി എന്താണ് ഐ ആണല്ലേ ഇവിടെ കാണിക്കുന്നത്. ദാറ്റ് ഈസ് കോൺ എൻ ക്യു പി ഈക്വൽ ടു കോൺ ഐ. കോൺ ഐ ആണ് വരുന്നത്. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് കോൺ ഐ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കോൺ എം ആർ എസിൽ എന്താണ് എം ആർ എസിൽ വരുന്നത് കോൺ ഇ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ആർ, ഇവിടെയുള്ള ആർ ക്യൂ ഉണ്ടല്ലോ, ആർ ക്യൂ ഒ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു കോണ് വരുന്നില്ലേ ആർ ക്യൂ ഒ. ഇവിടെ ആർ ഉണ്ട്, ക്യൂ ഉണ്ട്, ഒ. ഇവിടെ വരുന്നത് എന്താണ് ആർ ടു ആണ്. ഇതാ ആർ ടു ഇവിടെ വരുന്നുണ്ട്, ആർ ടു. ഇനി എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആർ വൺ ആണ് കേട്ടോ. ആർ ക്യൂ ഒയിൽ വരുന്നത് ആൻഡ് ക്യു ആറിൽ എന്താണ് വരുന്നത് ക്യു ആർ ഒയിൽ ആർ ടു ആണ് വരുന്നത്. അപ്പം നിങ്ങൾ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഓക്കെ, ആർ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ഫസ്റ്റത്തുള്ള ആംഗിളാണ് ഇത്. പി ക്യു എന്നിലുള്ളത് ഇൻസിഡൻറ്റ് ആംഗിളാണ്. ആൻഡ് എം ആർ എസിലുള്ളത് എമർജൻറ്റ് എമർജൻറ്റിൻ്റെ ആംഗിളാണ്. ആൻഡ് ഇത് ആർ ക്യു ഒ ആണെങ്കിലും ക്യു ആർ ഒ ആണെങ്കിലും അത് എന്താണ് വരുന്നത് റിഫ്രാക്ഷൻ്റെ ആംഗിൾസ് ആണ് വരുന്നത്. ഓക്കെ, സോ ദ ആംഗിൾ ബിറ്റ്വീൻ ദ എമർജൻറ്റ് റേ ആർ എസ് ആൻഡ് ദി ഇൻസിഡൻറ്റ് റേ പി ക്യു അറ്റ് ഡി ഈസ് നോൺ ആസ് ദി ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അപ്പം ഈ ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ടല്ലോ പി ക്യു ആൻഡ് ദി ആർ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എമർജൻറ്റ് റേ ഇല്ലേ, അത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഡി വരുന്നത്. അതെന്താണ്, അതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ എന്ന് പറയുന്നത് കേട്ടോ. ഹെൻസ് കോൺ എം ഡി ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ, കോൺ ഡെൽറ്റ ആയിരിക്കും. ആസ് ഇറ്റ് ഈസ് എ എക്സ്റ്റേണൽ ആംഗിൾ ഓഫ് ദി ട്രയാങ്കിൾ ക്യു ഡി ആർ. ഒരു ക്യു ഡി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രയാങ്കിളിൻ്റെ എക്സ്റ്റേണൽ ആംഗിളാണ് കോൺ എം ഡി ആർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് കോൺ ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഡി ക്യു ആർ പ്ലസ് കോൺ ഡി ആർ ക്യു കൊടുക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇൻസിഡൻറ്റ് റേയും പിന്നെ അവിടുത്തെ ആംഗിളും ആൻഡ് എമർജൻറ്റ് റേയും അവിടെ വരുന്ന ആ ഒരു റിഫ്രാക്ഷൻ ആംഗിളും ആണ് വരുന്നത് ആർ ടു. ഇനി കോൺ ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഇൻസിഡൻറ്റ് റേ പ്ലസ് എമർജൻറ്റ് റേ മൈനസ് അവിടെ വരുന്ന ഇൻ ബിറ്റ്വീനായിട്ട് വരുന്ന എന്താണ് റിഫ്രാക്ഷൻ ആംഗിൾസ് ആർ വൺ ആൻഡ് ആർ ടു. ഓക്കെ, സോ നമുക്കറിയാം ഒരു ഇൻറ്റേർണൽ ആംഗിൾ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ അതിൻ്റെ എന്തിനോട് ഈക്വൽ ആയിരിക്കും 360 ഡിഗ്രി ആയിരിക്കും അത് വരുന്നത്. സോ ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന എ ക്യു ഒ ആർ
ഇതാണ് കേട്ടോ AQOR. എന്താണ് കോൺ AQO ഈസ് ഈക്വൽ ടു കോൺ ARO ഈക്വൽ ടു 19 ഡിഗ്രി ആണ്. സിൻസ് NQ ആൻഡ് M ആർ നോർമൽസ് ഓൺ ഫേസസ് AB ആൻഡ് AC, എന്തായിരിക്കും കോൺ QR പ്ലസ് കോൺ QOR ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആൻഡ് ദിസ് ഈസ് കോൺ A പ്ലസ് കോൺ QOR ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും കേട്ടോ. But in delta triangle QOR കോൺ OQR and plus കോൺ QRO plus കോൺ QOR 180 ഡിഗ്രി ആണ് വരുന്നത്. അത് ഹാഫ് ആയിട്ടാണ് വരുന്നത് അവിടെ. അപ്പം ഈ ഒരു OQR എന്ന് വെച്ച് കഴിഞ്ഞാൽ R1 പ്ലസ് R2 ആണ്. OQR ആൻഡ് QRO R1 അവിടുത്തെ റിഫ്രാക്ഷൻ ആംഗിൾസ് ആണ്, പ്ലസ് കോൺ QR അതെന്തായിരിക്കും 180 ഡിഗ്രി തന്നെ ആയിരിക്കും. സോ ഈ ഒരു റിഫ്രാക്ഷൻ ആംഗിൾസ് എന്തിന് ഈക്വലാണ്? കോൺ എക്ക് ഈക്വലാണ്. ഓക്കെ, റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഓഫ് ദി പ്രിസം ആണ് നമ്മുടെ കോൺ A എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഹെൻസ് നമുക്ക് എന്ത് പറയാം, ആ ഒരു നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് ലാസ്റ്റ് വരുന്ന ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, കോൺ ഡെൽറ്റ റിഫ്രാക്റ്റീവ് ആംഗിൾ പ്ലസ് എമർജൻസ് ആംഗിൾ മൈനസ് എന്താണ് നമ്മുടെ റിഫ്രാക്ഷൻ ആംഗിൾസ് ആയിട്ടുള്ള R1 പ്ലസ് R2. അപ്പം ഈ ഒരു ഇക്വേഷൻ ഇവിടെ പുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ കോൺ ഡെൽറ്റ ഈക്വൽ ടു എന്താണ് ഇൻസിഡൻറ്റ് പ്ലസ് എമർജൻറ്റ് റേ മൈനസ് refractive angle of the prism. So and the incident and emergence ray is equal to refractive angle of prism plus and the angle of deviation. Okay, അപ്പോൾ ഇത്രയാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പം എയറിലൂടെ നമ്മുടെ ലൈറ്റ് ഇപ്പം കടന്നു പോകുന്നതാണെങ്കിൽ അത് ഫോഴ്സ്ഡ് ടു ഡീവിയേറ്റ് ചെയ്യാൻ എന്താണ് ഒന്ന് ഡീവിയേറ്റ് ചെയ്യാൻ കാരണമാവുന്നുണ്ട് അവിടെയുള്ള ആ ഒരു എയറിലുള്ള ഒരു സ്മോൾ പാർട്ടിക്കിൾസോ മോളിക്യൂൾസോ വെച്ചിട്ട്. ഓക്കെ, ഇതിനെയാണ് ആ ഒരു ഡീവിയേഷനാണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ദിസ് റീഡിറക്ഷൻ ഓഫ് ലൈറ്റ് ഒക്കേഴ്സ് ബിക്കോസ് ദി പാർട്ടിക്കിൾസ് ആർ സ്മോൾ കമ്പയർഡ് ടു ദി വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ്. ലൈറ്റിൻ്റെ വേവ് ലെങ്ത്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു എയറിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ അതിൻ്റെ സൈസ് സ്മോൾ ആണ്. അതുകൊണ്ടാണ് ഇത്തരം സ്ട്രെയിറ്റ് പാത്തിലൂടെ ഇവർ ഈ ഒരു സ്മോൾ പാർട്ടിക്കിൾസൊക്കെ കടന്നു വരുമ്പോൾ ലൈറ്റ് പോകുന്ന ആ ഒരു ടൈമിൽ വരുന്നതാണെങ്കിൽ അത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ഫിനോമിനൻ എത്രയൊക്കെ ഉണ്ടെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് സ്കാറ്ററിങ്ങിൽ ഫസ്റ്റ് വരുന്നത് റേലേ സ്കാറ്ററിങ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ മീ സ്കാറ്ററിങ് എന്ന് പറയും. പാർട്ടിക്കിൾസ് കമ്പയറബിൾ ഇൻ സൈസ് ടു ദി വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ്. ലൈറ്റിൻ്റെ ആ ഒരു വേവ് ലെങ്ത്തിന് സമാനമാകുമ്പോഴും മീ സ്കാറ്ററിങ് സംഭവിക്കുന്നുണ്ട്. ആൻഡ് റേലേ സ്കാറ്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിന് ചെറിയ പാർട്ടിക്കിൾസ് വരുമ്പോഴുണ്ടാകുന്ന സ്കാറ്ററിങ് ആണ് റേലേ സ്കാറ്ററിങ്. അപ്പോൾ നമുക്കിവിടെ നോക്കാനുള്ളത് റേലേ സ്കാറ്ററിങ്ങിനെയാണ് കേട്ടോ. അപ്പം ഈ ഒരു സ്കാറ്ററിങ് ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണ്? ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനേക്കാളും കുറഞ്ഞ പാർട്ടിക്കിൾസുമായിട്ട് ഹിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഷോർട്ടർ വേവ് ലെങ്ത്സ് നോക്കുമ്പോൾ ബ്ലൂ, വയലറ്റ് അതിൻ്റെ ഒക്കെ കേസിൽ റേലേ സ്കാറ്ററിങ് സ്ട്രോങ് ആണ്. ആൻഡ് നമ്മുടെ റെഡ്, ഓറഞ്ച് അതൊക്കെ വേവ് ലെങ്ത്ത് കൂടിയ ലൈറ്റ് ആണല്ലോ. സോ അതിൻ്റെ കേസിൽ ഇത് വീക്കർ ആയിരിക്കും. ദിസ് മീൻസ് ദാറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് ലൈറ്റ് ഈസ് സ്കാറ്റേർഡ് മോർ ദാൻ ദി റെഡ് ലൈറ്റ്. അത് വയലറ്റ് ആൻഡ് ബ്ലൂ ലൈറ്റൊക്കെ വേവ് ലെങ്ത്ത് കുറവായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കൂടുതലായിട്ട് ഡീവിയേറ്റ് സ്കാറ്റർ ചെയ്യപ്പെടാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ എന്നാൽ നമ്മുടെ റെഡ് ലൈറ്റൊക്കെ കമ്പാരേറ്റീവ്ലി നോർമലി സ്കാറ്റർ ചെയ്യുന്നത് കുറച്ചായിരിക്കും. അതിൻ്റെ ഡീവിയേഷൻ പാർട്ടിക്കിൾസുമായിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ കുറവായിരിക്കും ഉണ്ടാവുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം.
ദ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ ഡ്യൂ ടു റേലേ സ്കാറ്ററിംഗ് ആണ് വരുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു സ്കാറ്ററിങ് യൂസ് ചെയ്തും കൊണ്ട് ചില ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, എക്സാമ്പിൾസ് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ബ്ലൂ കളർ ഓഫ് സ്കൈ ആണ്. ഫസ്റ്റ് വരുന്നത് ദ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ ഈസ് പ്രൈമർലി ഡ്യൂ ടു റേലേ സ്കാറ്ററിങ്. സ്മോൾ പാർട്ടിക്കിൾസ് ആയിരിക്കും അല്ലേ ലൈറ്റ് വേവ് ഹിറ്റ് ചെയ്യുന്നത്. സോ വെൻ സൺലൈറ്റ് എൻറ്റേഴ്സ് ദി എർത്ത് അറ്റ്മോസ്ഫിയർ ദ ഷോർട്ടർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ബ്ലൂ ആൻഡ് വയലറ്റ് ആർ സ്കാറ്റേർഡ് മോർ ദാൻ ദി ലോങ്ങർ വേവ് ലെങ്ത് red and yellow. Since the human eye is more sensitive to blue light, we perceive the sky as blue. So Rayleigh scattering യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കൈൻ്റെ കളർ നമ്മളിപ്പം പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു ഡസ്റ്റ് എയറിലുള്ള പാർട്ടിക്കിൾസിൽ മോളിക്യൂൾസിൽ തട്ടുമ്പോൾ ഷോർട്ടർ വേവ് ലെങ്ത് ആയിട്ടുള്ള ബ്ലൂവും അല്ലെങ്കിൽ വയലറ്റും ഒക്കെ കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്യപ്പെടും. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഐസിന് ആ ഒരു സ്കാറ്റർ ചെയ്യപ്പെട്ട ആ ഒരു കളറാണ് കൂടുതലായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആ ഒരു ടൈമിൽ എന്താണ് സ്കൈൻ്റെ കേസിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്തത് ബ്ലൂ ലൈറ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ബ്ലൂ ലൈറ്റ് കാണാൻ പറ്റുന്നത്. അവിടെ ലോങ്ങർ വേവ് ലെങ്ത് ആയിട്ടുള്ള റെഡൊക്കെ അത് സ്കാറ്റർ ചെയ്യുന്നത് കുറവായിരിക്കും കേട്ടോ. In white clouds appear white because the water droplets inside them are much larger than the wavelength of light, causing Mie scattering. This type of scattering is almost equal for all wavelengths, so all colors of light are scattered and when combined they give a white appearance to clouds. So നിങ്ങൾക്കറിയാമല്ലേ, നമ്മൾ വിബ്ജിയോർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ വിബ്ജിയോർ കളർ സ്പെക്ട്രം നിങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ കൂടെ നമ്മളിപ്പം കറക്കി കഴിഞ്ഞാൽ നോർമലി നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു വൈറ്റ് അപ്പിയറൻസ് ആയിരിക്കും. സോ വൈറ്റ് ക്ലൗഡ്സ് അപ്പിയർ ആവാനുള്ള ചാൻസ് ഇത്രയേ ഉള്ളൂ. ആ ഒരു ലൈറ്റ് നമ്മുടെ ഡ്രോപ്ലെറ്റ്സിൻ്റെ മുകളിലൊക്കെ അവിടെ ഹിറ്റ് ചെയ്യുന്നതാണെങ്കിൽ എന്താണ്, ഈ മൊത്തത്തിലുള്ള ഈ ഒരു വിബ്ജിയോർ എന്ന് പറഞ്ഞ ഫുൾ കളേഴ്സും അത് സ്കാറ്റർ ചെയ്യുന്നുണ്ട്. സോ എല്ലാ കളറും സ്കാറ്റർ ചെയ്യുമ്പോൾ ഒരു ടോട്ടൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വൈറ്റിഷ് കളർ. അതുകൊണ്ടാണ് ക്ലൗഡ്സ് കൂടുതലും വൈറ്റിഷ് ആയിട്ട് നമുക്ക് ഹ്യൂമൻ ഐസിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് റെഡ് സൺസെറ്റ് ആൻഡ് സൺറൈസ്. അറ്റ് സൺറൈസ് and sunset, the sun is near the horizon and its light passes through the greater thickness of the earth's atmosphere. This means that shorter wavelengths are scattered out of the direct path of the sunlight before it reaches the observer. Only the longer wavelength remain, which is why the sun and the sky around it appear red or orange at this time. That is, ഈ ഒരു സൺസെറ്റിൻ്റെ സൺറൈസിൻ്റെ ടൈമിൽ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ളതൊക്കെ പെട്ടെന്ന് തന്നെ സ്കാറ്റർ ചെയ്യും. പിന്നെ റിമൈനിങ് ആയിട്ട് എന്താണ് വരുന്നത്, ലോങ്ങർ ആയിട്ടുള്ള വേവ് ലെങ്ത് ആണ്, റെഡ് ആൻഡ് ഓറഞ്ച് കളറിലൊക്കെ ഉള്ളത്. അത് അവിടെ റിമെയിൻ എക്സിസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ട് ഹ്യൂമൻ ഐസിന് ക്യാപ്ചർ ചെയ്യുന്നത്, ഈ ഒരു ടൈമിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് റെഡ് ആൻഡ് ലാർജർ വേവ് ലെങ്ത് ഉള്ള ആ ഒരു കളേഴ്സിനെ ആയിരിക്കും. അതുകൊണ്ടാണ് സൺസെറ്റിൻ്റെ സൺറൈസിൻ്റെ ടൈമിൽ കൂടുതലായിട്ടും റെഡ് ആൻഡ് ഓറഞ്ച് കളേഴ്സ് നമ്മൾ ഐസിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് പഠിക്കാൻ പോകുന്നത് രാമൻ എഫക്റ്റ് ആണ്. രാമൻ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫിസിസിസ്റ്റ് ആയിട്ടുള്ള CV രാമൻ 1928 ഈ ഒരു എഫക്റ്റ് ഡിസ്കവർ ചെയ്യുന്നത്. സോ ലൈറ്റ് undergoes a change in a wavelength when it is scattered by molecules ആയിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ എന്താണ് ലൈറ്റിൻ്റെ ആ ഒരു ചേഞ്ച് വേവ് ലെങ്ത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് രാമൻ എഫക്റ്റ്. അപ്പം എന്താണ് രാമൻ എഫക്റ്റ് പറയുന്നത്? വെൻ ലൈറ്റ് ഇൻറ്ററാക്ട്സ് വിത്ത് മാറ്റർ മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് ഈസ് സ്കാറ്റേർഡ് അറ്റ് ദി സെയിം വേവ് ലെങ്ത് ആൻഡ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് അല്ലേ. അപ്പം ഈ ഒരു ലൈറ്റ് മോളിക്യൂൾസായിട്ട് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ എത്രത്തോളം ഇൻസിഡൻറ്റ് ലൈറ്റിലുണ്ടായിരുന്ന കാര്യങ്ങൾ ആ ഒരു വേവ് ലെങ്ത്ത് സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു സ്കാറ്റർ ചെയ്യുന്നത് അവിടെ തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് ഈസ് സ്കാറ്റേർഡ് അറ്റ് ദ സെയിം വേവ് ലെങ്ത് ആസ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ്. ഇൻസിഡൻറ്റ് ലൈറ്റിന് സെയിം ആയിരിക്കും. ദിസ് ഈസ് കോൾഡ് ഇലാസ്റ്റിക് സ്കാറ്ററിങ് ഓർ റേലേ സ്കാറ്ററിങ്. ഓക്കെ,
അപ്പം ഇനി നമുക്ക് അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം, എങ്ങനെയൊക്കെയാണ് ഈ ഒരു റാമൻ എഫക്റ്റ് പറയുന്നതെന്ന്. അപ്പം നമുക്ക് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് വരുന്ന ഒരു ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റിനെ എന്തുമായിട്ട് മോളിക്യൂളുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന ആ ഒരു ലൈറ്റിൽ ഉണ്ടാകുന്ന ഫോട്ടോൺസ് ഉണ്ടാവില്ലേ, അതിൻ്റെ എനർജി ചേഞ്ച് ചെയ്യാതെ തന്നെ സ്കാറ്റർ ചെയ്യപ്പെടും. ഈ ഒരു എനർജി ചേഞ്ച് ചെയ്യാതെ സ്കാറ്റർ ചെയ്യുന്നതിനെ നമ്മൾ റേലേ സ്കാറ്ററിംഗ് എന്ന് പറയുന്നു, which does not involve any change in the wavelength of light. And the second one എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. ചില കേസസിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത ലൈറ്റ് ഉണ്ടാവില്ല, ഇറ്റ് ഹാസ് എ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ദാൻ ദി ഇൻസിഡൻറ്റ് ലൈറ്റ്. ആ ഒരു ഇൻസിഡൻറ്റ് ലൈറ്റിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് അതിനുണ്ടാവുന്നുണ്ട്. ഇത് ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോൺസ് ഉണ്ടാവുമല്ലോ, ആ ഫോട്ടോൺസിന് നമ്മളിപ്പം ലൈറ്റ് വേവ് വരുമ്പം മോളിക്യൂൾസിനെ തട്ടുമ്പോൾ ഉണ്ടാവുന്ന അവിടെ ഉണ്ടാവുന്ന ഫോട്ടോൺസ് അതൊന്നെങ്കിൽ എനർജി ഗെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എനർജി ലോസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഇൻട്രാക്ഷനിൽ വിത്ത് ദ വൈബ്രേഷണൽ ഓർ റൊട്ടേഷണൽ എനർജി ലെവൽസ് ഓഫ് ദി മോളിക്യൂൾസ്. ഇതിന് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ റാമൻ എഫക്റ്റ് എന്ന് പറയുന്നു. സോ ഇവിടെ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൽ ഉണ്ടാകുന്ന എനർജി എക്സ്ചേഞ്ച് എന്താണെന്ന് നോക്കാം. ഇഫ് ദ ഫോട്ടോൺസ് ലോസസ് എനർജി ടു ദ മോളിക്യൂൾ, അല്ലേ, ആ ഒരു മോളിക്യൂൾ കാരണം ആ ഒരു ലൈറ്റിൽ ഉണ്ടാകുന്ന ഫോട്ടോൺസിന് എനർജി ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ സ്കാറ്റേർഡ് ലൈറ്റ് ഹാസ് എ ലോങ്ങർ വേവ് ലെങ്ത്. അപ്പം ആ ഒരു സ്കാറ്റർ ചെയ്ത് വരുന്ന ലൈറ്റിന് എന്തായിരിക്കും, ലോങ്ങർ വേവ് ലെങ്ത് ആയിരിക്കും ഉണ്ടാവുന്നത്, അതായത് അവിടുത്തെ എനർജി കുറവായിരിക്കും. ഇതിനെ സ്റ്റോക്ക് സ്കാറ്ററിങ് എന്നാണ് കേട്ടോ പറയുന്നത്. ഇഫ് ദ ഫോട്ടോൺ ഗെയിൻസ് എനർജി ഫ്രം ദി മോളിക്യൂൾ ദ സ്കാറ്റേർഡ് ലൈറ്റ് ഹാസ് എ ഷോർട്ടർ വേവ് ലെങ്ത്. ആ ഒരു ഫോട്ടോണിന് മോളിക്യൂൾസിനെ ഹിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി അത് ഹയർ ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ലൈറ്റ് വേവ് എന്തായിരിക്കും, ഷോർട്ടർ വേവ് ലെങ്ത്തിലായിരിക്കും ഉണ്ടാകുന്നത്. ഇതിനെ ആൻറ്റി സ്റ്റോക്ക് സ്കാറ്ററിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റേലേ സ്കാറ്ററിങ്ങും സ്റ്റോക്ക് സ്കാറ്ററിങ്ങും ആൻറ്റി സ്റ്റോക്ക് സ്കാറ്ററിങ്ങിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ ആ ഒരു റാമൻ എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് 3 പ്രോസസ്സ് ഇവിടെ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് റേലേ ആണ്, റേലേ സ്കാറ്ററിങ് ആണ്. റേലേ സ്കാറ്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് വേവ് ഉണ്ടാവില്ല, ആ ഒരു ഫോട്ടോൺസ് ലൈറ്റിലുണ്ടാകുന്ന ഫോട്ടോൺസ് മോളിക്യൂളായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഒരു വെർച്വൽ എനർജി സ്റ്റേറ്റ് ഉണ്ട്. ഇവിടെ നമുക്കൊരു 3 എനർജി സ്റ്റേറ്റ് ഉണ്ട്. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കാം, ഇത് ഹയർ ലെവൽ എനർജി സ്റ്റേറ്റ്, ആൻഡ് ദിസ് ഈസ് വെർച്വൽ എനർജി സ്റ്റേറ്റ്. അപ്പം റേലേ സ്കാറ്ററിങ്ങിൽ ഫോട്ടോണ് മോളിക്യൂളായിട്ട് ഇൻട്രാക്ട്സിൽ വരുമ്പോൾ ഇത് വെർച്വൽ എനർജി സ്റ്റേറ്റിലേക്ക് എന്താണ് എക്സൈറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ദ മോളിക്യൂൾ ദെൻ റിട്ടേൺസ് ടു ദി സെയിം ഗ്രൗണ്ട് എനർജി സ്റ്റേറ്റ്. ഫസ്റ്റ് ആ ഒരു ഇൻട്രാക്ഷനിൽ വരുമ്പോൾ വെർച്വൽ എനർജി സ്റ്റേറ്റിൽ നിൽക്കും. വെർച്വൽ എനർജി സ്റ്റേറ്റ് ഒരു ടെമ്പററി ലൊക്കേഷനാണ് കേട്ടോ, കുറേ നേരം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അത് തിരിച്ച് എന്നിട്ട് എന്താണ് അതിൻ്റെ നോർമൽ പൊസിഷനിലായിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ആ ഒരു ഇത് എത്തുന്നുണ്ട്. എമിറ്റിംഗ് എ ഫോട്ടോൺ വിത്ത് ദ സെയിം എനർജി വേവ് ലെങ്ത് ആസ് ദി ഇൻസിഡൻറ്റ് ഫോട്ടോൺ. അപ്പോൾ എന്താണ് എമിറ്റ് ചെയ്യുന്നത്, ഇവിടെ ഇങ്ങനെ എത്തുമ്പം ഒരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോട്ടോണ് ഇൻസിഡൻറ്റ് റേൻ്റെ ഫോട്ടോണിന് തുല്യമായിരിക്കുമാണ് റേലേ സ്കാറ്ററിങ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോ ചേഞ്ച് ഇൻ എനർജി, ദ സ്കാറ്റേർഡ് ഫോട്ടോൺ ഹാസ് ദി സെയിം എനർജി ആസ് ദി ഇൻസിഡൻറ്റ് ഫോട്ടോൺ. സ്കാറ്റർ ചെയ്യപ്പെട്ട ഫോട്ടോണിനും പിന്നെ ഇൻസിഡൻറ്റ് ചെയ്യപ്പെട്ട ഫോട്ടോണിനും സെയിം എനർജി ആയിരിക്കും. ആൻഡ് സെക്കൻഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് സ്കാറ്ററിങ് ആണ്. സ്റ്റോക്ക് സ്കാറ്ററിങ്ങിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എനർജി സ്റ്റേറ്റ്. അപ്പോൾ ഇൻസിഡൻറ്റ് ഫോട്ടോൺ എക്സൈറ്റ് ദി മോളിക്യൂൾ ടു എ വെർച്വൽ എനർജി സ്റ്റേറ്റ്. ഫസ്റ്റ് വെർച്വൽ എനർജി സ്റ്റേറ്റിലായിരിക്കും ആ ഒരു സ്റ്റോക്ക് സ്കാറ്ററിങ്ങിൽ എത്തുന്നത്. ആ ഒരു ഫോട്ടോണ് മോളിക്യൂളിനെ ആ ഒരു വെർച്വൽ എനർജി സ്റ്റേറ്റിലേക്ക് മാറ്റും.
ബട്ട് വെൻ ദി മോളിക്യൂൾ റിട്ടേൺസ് ടു എ ലോവർ വൈബ്രേഷണൽ സ്റ്റേറ്റ്, അപ്പം ഈ ഒരു വെർച്വൽ എനർജി സ്റ്റേറ്റിൽ നിന്ന് വൈബ്രേഷണൽ എനർജി അല്ലെങ്കിൽ ഹയർ എനർജി സ്റ്റേഷനിലേക്ക് ഈ ഒരു മോളിക്യൂൾസ് മാറുമ്പോൾ ഇറ്റ് എമിറ്റ്സ് എ ഫോട്ടോൺ വിത്ത് ലെസ് എനർജി ദാൻ ദി ഇൻസിഡൻറ്റ് ഫോട്ടോൺ. ഇവിടെ ഇതെന്താ ഒരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുന്നുണ്ട് അവർ. അതെന്തായിരിക്കും? ഇൻസിഡൻറ്റ് എനർജീനേക്കാളും ലെസ്സായിട്ടുള്ള എനർജി ഉള്ള ഫോട്ടോൺ ആയിരിക്കും ഉണ്ടാകുന്നത്. സ്റ്റോക്സ് സ്കാറ്ററിങ് അതാണ് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് വരുന്നത് ആൻറ്റി സ്റ്റോക്സ് സ്കാറ്ററിങ് ആണ്. ആൻറ്റി സ്റ്റോക്സ്, ഈ ഒരു ആൻറ്റി സ്റ്റോക്സ് സ്കാറ്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇത് ദ സ്കാറ്റേർഡ് ഫോട്ടോൺ ഹാസ് എ ഹൈ എനർജി ലെവലായിരിക്കും ദാൻ ദി ഇൻസിഡൻറ്റ് ഫോട്ടോൺ. ഓക്കെ, ഇൻസിഡൻ്റ് ആയിട്ടുള്ള ഫോട്ടോണിലേക്കാട്ട് ഹൈ എനർജി ലെവൽ കൊടുക്കുന്നതാണ് നമ്മുടെ ആൻറ്റി സ്റ്റോക്സിൽ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് രാമൻ സ്കാറ്ററിങ്ങിലുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് ചെറിയൊരു ക്ലാസ്സാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു പോവാം. ഇതിന്ന് കൂടുതലും രാമൻ എഫക്റ്റ് എന്താണെന്ന് ചോദിക്കാൻ ഉണ്ടാവും ക്വസ്റ്റ്യൻസ്. പിന്നെ ആംഗിൾ ഓഫ് ഡീവിയേഷന് ചോദിക്കാം, അതിൻ്റെ ഡെറിവേഷൻ വെച്ചിട്ട്. പിന്നെ സ്കാറ്ററിങ് എന്താണെന്നൊക്കെ വേണമെങ്കിൽ 2 മാർക്സിനൊക്കെ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. താങ്ക് യു.